നമ്മൾ ഈ വീഡിയോയിൽ കെമിസ്ട്രിയിലെ ചാപ്റ്റർ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ 2 വീഡിയോ ചെയ്തിരുന്നു, അത് നന്നായി പഠിക്കുക. അതിനുശേഷം ഇതിലുള്ള പ്രോബ്ലംസ് എല്ലാവരും ചെയ്തു നോക്കുക. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് 2 ബലൂൺസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു ബലൂൺ ഒന്ന് നേരെ സൂര്യപ്രകാശിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു, രണ്ടാമത് ഒരു ഫ്രീസറിൽ കൊണ്ടുവച്ചു. -5°C ടെമ്പറേച്ചറുള്ള ഒരു ഫ്രീസറിൽ കൊണ്ടുവച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഹാപ്പൻസ് ടു ദ വോളിയം ഓഫ് ബോത്ത് ദ ബലൂൺ. 2 ബലൂണിൻ്റെയും വോളിയത്തിന് എന്ത് സംഭവിക്കും? നമ്മൾ ആദ്യം എന്താണ് പറഞ്ഞത്? സൺലൈറ്റിൽ കൊണ്ടുവച്ച ബലൂൺ സൺലൈറ്റിൻ്റെ അടിയിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഇതിൻ്റെ വോളിയം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ചൂടത്ത് ഏറ്റവും സൺലൈറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ചൂടുള്ളൊരു പ്ലേസിൽ കൊണ്ടുവയ്ക്കുമ്പോൾ വോളിയം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രീസറിലാണെങ്കിലോ, അതായത് -5°C ഉള്ളൊരു ഫ്രീസറിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്, അപ്പോൾ വോളിയം എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് വോളിയം. ടെമ്പറേച്ചറും വോളിയമായിട്ടുള്ള റിലേഷൻ എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് കൂടും? വോളിയം കൂടും. ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം കുറയും. അതായത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വോളിയത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും, ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം കുറയും. അതാണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അടുത്തൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയേ. XYZ ആർ ദ സൈസസ് ഓഫ് എ ബലൂൺ അറ്റ് ഡിഫറെൻറ്റ് ഹൈറ്റ്സ്. ഈ പിക്ചറിൽ 3 ബലൂൺസ് കാണാം, അവ ഡിഫറെൻറ്റ് ഹൈറ്റ്സിലാണെന്നാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഷോസ് ദ ബലൂൺ അറ്റ് ദ ഗ്രേറ്റസ്റ്റ് ഹൈറ്റ്. ഏത് ബലൂണാണ് ഏറ്റവും കൂടുതൽ ഉയരത്തിലുള്ളത്? പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് Z ആണെന്ന് തോന്നും. Z ആൻസർ കറക്റ്റ് അല്ല, ഇവിടെ Y ആണ് കറക്റ്റ്. അതായത് മുകളിലേക്ക് പോകുന്തോറും നമുക്കറിയാം ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഹൈറ്റ്സിലേക്ക് പോകുന്തോറും അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് എന്ത് സംഭവിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. മുകളിലേക്ക് പോകുന്തോറും അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുമ്പോൾ ഒരു സംഭവം അവിടെ കൂടും. നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പ്രഷർ കുറയുമ്പോൾ അവിടെ വോളിയം കൂടും. ഈ വോളിയം കൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബലൂണിൻ്റെ സൈസ് കൂടാന്നർത്ഥം. അപ്പോൾ ഏറ്റവും കൂടുതൽ സൈസിലിരിക്കുന്ന ബലൂൺ ആയിരിക്കും ഗ്രേറ്റർ ഹൈറ്റ്സിൽ വരാം. അങ്ങനെയാണെങ്കിൽ ബലൂൺ Y ആയിരിക്കും ഏറ്റവും മുകളിലുള്ള ബലൂൺ. ഇതിൻ്റെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ പറയാണ് വിച്ച് ലോ ഈസ് റിലേറ്റഡ് ടു ദിസ്. ഏത് ലോ ആയിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്? നമുക്കറിയാം ബോയിൽസ് ലോ ആയിട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. P ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/V. അതായത് P കൂടുമ്പോൾ വോളിയം കുറയും, വോളിയം കൂടുമ്പോൾ P കുറയും. ഇത് 2016 മാർച്ചിൽ ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അറ്റോമിക് മാസസ് ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ ബിലോ. ഇവിടെ കുറച്ച് എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അറ്റോമിക് മാസും ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 318 ഗ്രാം ഓഫ് സോഡിയം കാർബണേറ്റ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ 318 ഗ്രാം സോഡിയം കാർബണേറ്റിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് 1 ഗ്രാമിലുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം. എന്നാൽ മാത്രമേ 318 ഗ്രാമിലുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. 1 ഗ്രാം സോഡിയം കാർബണേറ്റിൻ്റെ മോളിക്കുലർ മാസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പോൾ സോഡിയം 2 എണ്ണം ഉള്ളത്, അപ്പോൾ 2 × 23 പ്ലസ് കാർബൺ 1 എണ്ണം 12 പ്ലസ് ഓക്സിജൻ 3 എണ്ണം, സോ 3 × 16. അപ്പോൾ എത്ര കിട്ടും? 46 പ്ലസ് 12 പ്ലസ് 48. 46, 12, 48 ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 106, 106 ഗ്രാം എന്ന് കിട്ടും. 106 ഗ്രാം. അപ്പോൾ 1 ഗ്രാമിൽ എത്ര മോളിക്കുലർ മാസ് ഉണ്ട്? 1 ഗ്രാം സോഡിയം കാർബണേറ്റിൽ 106 ഗ്രാം ആണ്. അപ്പോൾ 318 ഗ്രാമിൽ എങ്ങനെ കണ്ടുപിടിക്കും? ഗിവൺ മാസ്, അതായത് 318 ഡിവൈഡഡ് ബൈ 106 ഈസ് ഈക്വൽ ടു 3 മോൾ എന്ന് കിട്ടും. 3 മോൾ എന്ന് കിട്ടും. ഈ 3 മോൾ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോളിക്യൂൾസ് അങ്ങനെ കണ്ടുപിടിക്കും? 3 × 6.022 × 10⁻23 മോളിക്യൂൾസ്. ഇതിൽ GAM ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ആദ്യം തന്നെ 318 ഗ്രാം സോഡിയം കാർബണേറ്റ് കാണുന്നതിന് മുമ്പ് സോഡിയം കാർബണേറ്റിൻ്റെ 1 ഗ്രാം മോളിലുള്ള മാസ് കണ്ടുപിടിക്കണം. അത് 106 ഗ്രാമാണ്. Na2CO3 വെച്ച് മാത്രം.
അങ്ങനെ 106 ഗ്രാം കിട്ടി. ഇനി ഗിവൺ മാസ് 318 ഡിവൈഡഡ് ബൈ 106 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 മോളാന്ന് കിട്ടി. 3 മോള് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോളിക്യൂൾസ് എങ്ങനെ കാണും? 3 × 6.022 × 10⁻23 മോളിക്യൂൾ. ഇതൊരു ബേസിക് കോൺസെപ്റ്റ് ആണ്. ഇങ്ങനെ തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. ഈ ഒരു മെത്തേഡ് പഠിച്ചിരിക്കണം. ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. അറ്റോമിക് മാസസ് ഓഫ് സം എലമെന്റ്സ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് ഇൻ 85 ഗ്രാം NH3 അമോണിയയിലുള്ള 85 ഗ്രാം NH3യിലുള്ള നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ. ഇതേപോലെ തന്നെ ഒരു മോൾ NH3യിലുള്ള അല്ലെങ്കിൽ NH3 ഒരു മോളിലുള്ളത് എത്രയെന്ന് കണ്ടുപിടിക്കണം. അതായത് NH3യുടെ മാസ് ഒരു മോളിലുള്ളത് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കും? നൈട്രജൻ ഒന്നുള്ളൂ, സോ 14 പ്ലസ് H 3 ഉണ്ട്, സോ 3 17 കിട്ടും. അപ്പോൾ ഒരു മോൾ NH3യിൽ 17 ആണെങ്കിൽ 85 ഗ്രാം NH3യിൽ എത്ര ഉണ്ടായിരിക്കും? 85 ഡിവൈഡഡ് ബൈ 17, അതായത് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് എത്ര കിട്ടും? 5 മോളാന്ന് കിട്ടും. ഇവിടെ മോള് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളൂ, സോ 5 മോളാന്ന് കിട്ടി. മാർച്ച് 2018 ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ നമ്പർ ഓഫ് മോൾസ് ഇൻ 400 ഗ്രാം ഓഫ് കാൽഷ്യം കാർബണേറ്റ്. 400 ഗ്രാം കാൽഷ്യം കാർബണേറ്റിലുള്ള നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. ആദ്യം തന്നെ 1 ഗ്രാം CaCO3യിലുള്ള മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുക. 1 ഗ്രാം എത്ര വരും? Ca എന്ന് പറയുന്നത് 40 ആണ്, സോ 40 പ്ലസ് C 12 ആണ്. ഒരു കാർബണേറ്റ് ഉള്ളൂ. ഓക്സിജൻ എന്ന് പറയുന്നത് 3 ഉണ്ട്, സോ 16 × 3 48 100. 1 ഗ്രാം CaCO3യിലുള്ളത് 100 ആണെങ്കിൽ 400 ഗ്രാമിലുള്ളത് എങ്ങനെയായിരിക്കും? 400, അതായത് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് ദാറ്റ് എലമെൻറ്റ് അഥവാ CaCO3 എന്ന് പറയുന്നത് 100 ആയിരിക്കും. വെട്ടിക്കളയുമ്പോൾ 4 മോൾസ് എന്ന് ആൻസർ കിട്ടും. ഇതേപോലത്തെ തന്നെ ക്വസ്റ്റ്യൻ പഠിച്ചിരിക്കണം. ഒരേപോലത്തെ മോഡൽ വരുന്നത്. മോള് കണ്ടുപിടിക്കുക, മോളിക്യൂൾസ് കണ്ടുപിടിക്കുക. ഇവിടെ GAM GMM അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഒന്നും വേണ്ട. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ അതിൻ്റെ മോളിക്കുലർ മാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോൾസ് കിട്ടും. ഇൻറ്റു 6.022 ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മോളിക്യൂൾസ് കിട്ടും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. ഇത് 2018 ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. കാൽഷ്യത്തിൻ്റെയും സോഡിയത്തിൻ്റെയും അറ്റോമിക് മാസ് നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഹൗ മെനി ഗ്രാംസ് ഓഫ് ആറ്റം ഓഫ് സോഡിയം ഈസ് പ്രസൻറ്റ് ഇൻ 115 ഗ്രാം സോഡിയം. 115 ഗ്രാം സോഡിയത്തിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ ഹൗ മെനി ഗ്രാം ആറ്റംസ്. ആദ്യം തന്നെ 1 ഗ്രാമിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 1 ഗ്രാമിൽ എത്ര നമുക്കറിയാം. എത്രയാണ് സോഡിയം വരുന്നത്? 23. അതായത് ഗിവൺ മാസ് അഥവാ ഗിവൺ മാസ് എന്ന് പറയുന്നത് 115 ഗ്രാം. 115 ഡിവൈഡഡ് ബൈ 23 കിട്ടുമ്പോൾ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. അപ്പോൾ 5 ഗ്രാം സോഡിയം ആറ്റമാണ് ഉള്ളത്. 5 ഗ്രാം സോഡിയം ആറ്റമാണ് ഈ 115 ഗ്രാം സോഡിയത്തിൽ ഉള്ളത്. അപ്പോൾ 1 ഗ്രാമിൽ 23 ആണെങ്കിൽ 115 എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ 23 ഈസ് ഈക്വൽ ടു 5 ഗ്രാം സോഡിയം ആറ്റം. ഇനി ചോദിച്ചേക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. മാസ് ഓഫ് 5 ഗ്രാം ആറ്റം ഓഫ് കാൽഷ്യം. ഇവിടെ 5 ഗ്രാം ആറ്റം എന്ന് തന്നിട്ടുണ്ട്. ഇതിൻ്റെ മാസാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു കാൽഷ്യം ആറ്റത്തിൻ്റെ മാസ് 40 ആണ്. ഒരെണ്ണത്തിൻ്റെ എത്രയാണ്? 40 ആണ്. അപ്പോൾ 5 ഗ്രാം ആറ്റത്തിൻ്റെ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 40 × 5 ഇസ് ഈക്വൽ ടു 200 ഗ്രാം. രണ്ടും 2 ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇവിടെ ഗ്രാം ആറ്റം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഗിവൺ മാസ് 115 ഡിവൈഡഡ് ബൈ 23 ചെയ്തത്. ഗ്രാം ആറ്റംസ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഇവിടെ ഗ്രാം ആറ്റംസ് ഓൾറെഡി തന്നിട്ടുണ്ട്. 5 ഗ്രാം ആറ്റത്തിൻ്റെ മാസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. സോ 5 × 40 കാൽഷ്യത്തിന് അറ്റോമിക് മാസ് 40 ആയതുകൊണ്ട് 5 × 40 ഈസ് ഈക്വൽ ടു 200 ഗ്രാം എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 2019 SLC ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ മാനുഫാക്ചർ ഓഫ് അമോണിയ ഈസ്. അമോണിയ മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരു കെമിക്കൽ ഇക്വേഷനാണ് N2 + 3H2 gives 2NH3. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് കംപ്ലീറ്റ് ദ ഫോളോയിങ് 1 mol N2 + ഡാഷ് മോൾ ഓഫ് H2 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര മോളാണ്? അവിടെ 3 mol ഓഫ് H2 gives ഡാഷ് NH3. എത്ര മോളായിരിക്കും? 2. ഇവിടെ ഒന്നുമില്ല. ഇതിന് തൊട്ട് അടുത്ത് കിടക്കുന്നത് എന്താണോ അതാണ് മോളായിട്ട് വരുന്നത്. ഇവിടെ 1 mol ഓഫ് N2 വരുന്നത്. രണ്ടാമത്തത്
3 mole of H2 gives 2 mole of NH3. അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നത് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് H2 റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 28 gram ഓഫ് നൈട്രജൻ. 28 gram നൈട്രജനോട് റിയാക്ട് ചെയ്യാൻ വേണ്ട H2ൻ്റെ മാസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ N2 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു നൈട്രജൻ ആറ്റം 14 അറ്റോമിക് മാസാണ്. രണ്ടെണ്ണം വരുമ്പോൾ 14 × 2 28 gram. ആ 28 ഗ്രാമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതിനോട് റിയാക്ട് ചെയ്യാൻ വേണ്ട ഹൈഡ്രജൻ്റെ മാസ് എത്രയാണ്? അപ്പോൾ 3H2 ആണ് ഇവിടെ വരുന്നത്. അതായത് 3H2 എന്ന് പറയുമ്പോൾ മാസ് ഓഫ് H2 എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ മാസ് 1 ആണ്. അപ്പോൾ 3 × 2 6 × 1 അതായത് 6 ഗ്രാമാണ് ഇവിടെ ആൻസർ കിട്ടുക. അതായത് 3 mole ഓഫ് ഹൈഡ്രജൻ. 3H2 എന്ന് പറയുന്നത് 3 mole ഓഫ് ഹൈഡ്രജൻ ആണ്. അപ്പോൾ 3H2 എന്ന് പറയുന്നത് 1 × 2 2 കിട്ടി. ബാക്കി ഇവിടെ ഒരു 3 ഉണ്ട്. അപ്പോൾ 3 × 2 എത്രയാണ്? 6 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. Question: What will be the volume of NH3 formed at STP if 22.4 liter of N2 is completely reacted? ഇവിടെ 2 NH3യുടെ വോളിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് അറ്റ് STPയിൽ. ഇവിടെ 1 mole of N2 നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു 1 mole of N2 3 mole of H2 gives 2 mole of NH3. ഇവിടെ ഇതിൻ്റെ കാര്യം പറയുന്നില്ല, 3 mole of ഹൈഡ്രജൻ്റെ കാര്യം പറയുന്നില്ല, 1 mole of N2ൻ്റെ കാര്യം മാത്രമേ പറയുള്ളൂ. ഇവിടെ ഒന്നില്ല കേട്ടോ, ഇവിടെ 1 mole നമ്മൾ സങ്കല്പിക്കുകയാണ്. അപ്പോൾ 1 mole ഓഫ് N2 എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ് അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞത്. 1 mole ഓഫ് N2 കംപ്ലീറ്റ്ലി റിയാക്ഷന് വിധേയമായപ്പോൾ അവിടെ 2 NH3 അഥവാ 2 അമോണിയ ഉണ്ടായി, 2 mole ഓഫ് അമോണിയ ഉണ്ടായി. അപ്പോൾ 1 mole 22.4 ആണെങ്കിൽ 2 mole ഓഫ് അമോണിയ ഉണ്ടായെങ്കിൽ അവിടെ 2 × 22.4 ലിറ്റർ ചെയ്താൽ മതി. ആൻസർ എത്ര കിട്ടും? 44.8 ലിറ്റർ. ഒരു വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻ ആണ്. 2019 SSLC മോഡലിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സം സാമ്പിൾസ് ഓഫ് സെർട്ടൈൻ എലമെന്റ്സ് ആർ ഗിവൺ ബിലോ. സെർട്ടൈൻ എലമെന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. 88 gram ഹൈഡ്രജൻ, 64 gram ഓക്സിജൻ, 28 gram നൈട്രജൻ, 10 gram ഹീലിയം. ഇങ്ങനെ 4 എലമെന്റ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് എമംഗ് ഹാവ് ഹൈയസ്റ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ളത്? നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ 8 gram ഹൈഡ്രജൻ ആണെന്ന് വയ്ക്കും. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ H2, 2 H2 ആണുള്ളത്. ഒരു ഹൈഡ്രജൻ്റെ മാസ് 1 ആണെങ്കിൽ 2 എണ്ണത്തിൻ്റെ 2 8/2 ചെയ്യുമ്പോൾ 4 കിട്ടും. അടുത്തത് 64 gram ഓക്സിജൻ ആണെന്ന് വയ്ക്കും. 64 ഡിവൈഡഡ് ബൈ ഓക്സിജൻ്റെ ഒരു അറ്റോമിക് മാസ് 16 ആണെങ്കിൽ 2 എണ്ണുള്ളത് കൊണ്ട് 16 × 2 32 = 2 എന്ന് കിട്ടും. അടുത്തത് 28 gram നൈട്രജന് 28 ഡിവൈഡഡ് ബൈ ഒരു നൈട്രജൻ്റെ 14 ആണെങ്കിൽ 2 നൈട്രജൻ്റെ 28 അപ്പോൾ 1 ആണ്. ഇനി ഹീലിയത്തിൻ്റെ ആണെന്ന് വിചാരിക്കും. 10 gram ഹീലിയം 10 ഡിവൈഡഡ് ബൈ ഹീലിയം എന്ന് പറയുന്നത് 4 ദാറ്റ് ഈസ് 5/2. ഇവിടെ പോയിൻ്റാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് ഉള്ളത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. എന്തായിരിക്കും ആൻസർ? 8 gram ഹൈഡ്രജൻ ആയിരിക്കും. 8 gram H2 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് സാമ്പിൾ ഒക്കുപ്പൈസ് എ വോളിയം ഓഫ് 22.4 ലിറ്റർ അറ്റ് STP. 22.4 ലിറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 കിട്ടണം. ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടണ ഏതെങ്കിലും ഒരു സാമ്പിൾ ഉണ്ടോ നോക്കുക. 8 നമുക്ക് എത്ര കിട്ടി? 4 കിട്ടി. 64-ന് 2 ആണ് കിട്ടിയത്. 28 gram നൈട്രജൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 28 ഡിവൈഡ് ബൈ 28 1. അപ്പോൾ ഈ സംഭവമായിരിക്കും ഈ വോളിയം 22.4 ലിറ്റർ STP വരുന്നത് ഏതിനായിരിക്കും? 28 gram നൈട്രജൻ ആയിരിക്കും. ആൻസർ 28 gram N2. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.